ഹാഡിയേഴ്സ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മൾ പറയുന്ന പോലെ കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു ഇത് തന്നെയാണ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് GME എന്നൊരു കോഴ്സായിട്ട് നടത്തുന്നുണ്ട്. 12 മാസത്തെ കോഴ്സാണ്. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് കൂടുതൽ നോക്കാം. അതായത് ഇപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈമാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണെന്നോ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലേക്കുള്ള ആ ഒരു ഇതിലേക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ സ്ട്രീം ഓഫ് എഞ്ചിനീയറിങ്ങോ നേവൽ ആർക്കിടെക്ചർ സ്ട്രീം ഓഫ് എഞ്ചിനീയറിങ്ങോ മറൈൻ എഞ്ചിനീയറിങ്ങോ ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നമുക്കൊരു 50 to 60% മാർക്ക് വേണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. സോ ആ ഒരു മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പഠിച്ച അത് AICT അല്ലെങ്കിൽ UGCയുടെ കാര്യത്തിൽ ചെറിയ ഇത് അവർ കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ അപ്രൂവ്ഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നായിരിക്കണം. ഇപ്പോൾ നമ്മൾ കീം വഴി അലോട്ട്മെൻറ്റ് എടുത്ത് പഠിച്ച അല്ലെങ്കിൽ കീമിൻ്റെ ഇതിൽ വരുന്ന കോളേജുകളൊക്കെ AICT അപ്രൂവ്ഡ് ആണ്. സോ അങ്ങനെയുള്ള എടുത്തവരൊന്നും പേടിക്കേണ്ട, അവർക്കൊക്കെ വേറെ ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ 12 മാസത്തെ കോഴ്സാണ്. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ എറണാകുളം തന്നെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഷിപ്പ്യാർഡിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണെങ്കിലും ക്യാമ്പസിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് പഠിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മുടെ ഫീസ് സ്ട്രക്ചറാണ്. ഫീസ് സ്ട്രക്ചർ സാധാരണ ആൺകുട്ടികൾക്ക് 4,75,000 രൂപയും 10,000 രൂപ അഡ്മിഷൻ ചാർജായിട്ടും വരുന്നുണ്ട്. അതിൽ 2,42,500 രൂപ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്തും പിന്നീട് ആ ഒരു 3 മാസം ഇതിൻ്റെ ഇതിൽ നിങ്ങൾ കൊടുത്താലും മതിയാവും. പെൺകുട്ടികൾക്ക് ഫീ കൺസെഷൻ ചെറുതായിട്ട് വരുന്നുണ്ട്. 3,75,500 പെൺകുട്ടികളുടെ ചാർജായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ലക്ഷം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂഷൻ ഫീസ്, സ്റ്റഡി മെറ്റീരിയൽ, ലൈബ്രറി ആൻഡ് ലാബോറട്ടറി ചാർജസ്, യൂണിഫോം, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് എക്സ്പെൻസ്, സ്വിമ്മിംഗ് പൂൾ ചാർജ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ടാർ ബുക്കിംഗ്, ട്രെയിനിങ് മാനുവൽ ആൻഡ് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴ്സിൻ്റെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3,72,500 ഈ ഒരു ഫീസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോ വീക്കും 500 രൂപ ഫൈൻ ഇതിൽ നിന്ന് ഈടാക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കിതിൽ സ്റ്റേറ്റ് ഫണ്ടൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു നമ്മുടെ എഞ്ചിനീയറിംഗ് ആണ് എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ 28 വയസ്സിലധികം കൂടാനായിട്ട് പാടില്ല. BTech ഡിഗ്രിയിൽ 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ 60% എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ 50% പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് ഫുൾ ടൈം BTech ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിച്ചവർക്കാണ് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഫുൾ ടൈം BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എക്സെട്ര, ഇതാണ് മറ്റു മെക്കാനിക്കൽ സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴും മെക്കാനിക്കൽ എന്നുള്ളത് ആ ഒരു ഫസ്റ്റ് ഇതിൽ വരുന്ന കോറായിട്ട് പഠിച്ച കുട്ടികളായിരിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ നേവൽ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിങ്ങോ, DGS അപ്രൂവ്ഡ് ബട്ട് AICT ഓർ UGC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് മിനിമം 50% മാർക്കൊന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളുടെ മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. സോ നമുക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിയിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ www.dgshipping.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ആ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അവരിൽ നിന്ന് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാടാണെങ്കിൽ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അതിലും ഒന്നുമില്ലെങ്കിൽ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വെബ്സൈറ്റ് നോക്കുക. അതിലും ഈ ഒരു DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റിലും ആ ഒരു ലിസ്റ്റ് അവർ കൊടുക്കാറുണ്ട്. ഓക്കെ, അവരുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഇപ്പോൾ ഹൈറ്റ് മിനിമം 157 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടാവണം. ഐസൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പാടില്ല എന്നുള്ളതും, ഹിയറിങ്ങും ഗുഡ് ഹിയറിംഗ് ആണെന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈക്കോളജിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനുള്ള മെൻ്റൽ ഹെൽത്ത് ഉണ്ട് എന്നുള്ള ആ ഒരു ടെസ്റ്റ് മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അല്ലാതെ വേറെ എഴുത്ത് പരീക്ഷയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് പ്രൊസീജിയറും പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് 9.1 ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ യൂണിഫോമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇനി വേറെ ഫോമാറ്റെന്നും പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫോം വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ഇത് ഞാൻ കാണിച്ചു തരാം എവിടെയെന്നുള്ളത് കേട്ടോ. ഇതാണ് വെബ്സൈറ്റ്. നിങ്ങൾ ആദ്യം തന്നെ CSLMETI.in എന്നുള്ള വെബ്സൈറ്റിൽ വരാം. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റാണ് CSLMETI.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ വരുമ്പോൾ ഇവിടെ GME അഡ്മിഷൻ സെപ്റ്റംബർ 2024 എന്ന് കാണാൻ പറ്റും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ വായിച്ച ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇവിടെ പ്ലീസ് റീഡ് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ വായിച്ച ആ ഒരു പ്രോസ്പെക്ടസ് പോലുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ രജിസ്റ്റർ എന്നുള്ള ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ, ഫുൾ നെയിം, ക്വാളിഫിക്കേഷൻ, മൊബൈൽ നമ്പർ, മെയിൽ ID എന്നുള്ള ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ വരും. ഇവിടെയും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കണം ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളാണ്. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ 28, അതിൽ കുറച്ച് റിലാക്സേഷൻ. SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയറിൻ്റെയും OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3 വർഷത്തെ ആ ഏജ് ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ് ഈച്ച് കാറ്റഗറി, അതായത് പെൺകുട്ടികൾക്ക് 2 വർഷത്തെ, അത് ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നമുക്ക് ഈ 2 വർഷത്തെ ഇളവും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിന് 10th-ലും 12th-ലും 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഹൈറ്റിൻ്റെയും വെയ്റ്റിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ലോഗിൻ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് ഇപ്പുറത്ത് തന്നെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ. താങ്ക് യു.